ജിയോയുടെ എയർ ഫൈബർ കിട്ടാൻ വേണ്ടി ഓൺലൈനിലാണ് റിക്വസ്റ്റ് കൊടുത്തത്. ഓൺലൈൻ റിക്വസ്റ്റ് ചെയ്തു ഒരു 5 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സിഗ്നൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ അവർ വന്നു. ഞാൻ അവരോട് പറഞ്ഞത് എനിക്കൊരു 100 MBPSൻ്റെ സ്പീഡുള്ള പ്ലാനാണ് വേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു ഇവിടെ അത്രയും സിഗ്നൽ സ്ട്രെങ്ത്ത് കുറവാണ്, 30 MBPSൻ്റെ സ്പീഡ് മാക്സിമം ഇവിടെ ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞ പ്രകാരം അവരത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്തു. നമ്മൾ ആദ്യം 1000 രൂപ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായി. പിന്നെ 6 മാസത്തെ 4000 സംതിങ് പ്ലാൻ റെൻ്റാണ്, അതും അടച്ചു. പിന്നെ അവർ പിറ്റേ ദിവസമാണ് അത് ആക്ടിവേറ്റ് ചെയ്ത് നമുക്ക് തരാൻ അവരുടെ 2 ആൾ വന്ന് ഇത് ഫിറ്റ് ചെയ്തും എല്ലാം റെഡിയാക്കി തന്നു. പിന്നെ അത് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് TV ചാനൽസ് എല്ലാം കിട്ടും. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു മന്ത്ലി 1000 GB പ്ലാനാണ് അവർ തരുന്നത്. അപ്പോൾ അതിനകത്ത് TV ചാനൽസ് കാണുമ്പോൾ നമ്മുടെ ഡാറ്റ ഈ 1000 GB എന്നാണ് കുറയുന്നത്. അത് അത്രയധികം ഡാറ്റ കൺസ്യൂം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ഇപ്പോൾ ഒരാഴ്ചത്തോളമായി ഇത് കാണുന്നു, അങ്ങനെ അധികം ഡാറ്റ എടുക്കുന്നില്ല TV ചാനൽസിന്. സ്പീഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ആയാലും ഒരു 29 MBPS സ്പീഡ് ഒക്കെ ബ്രൗസിങ് സ്പീഡ് കാണിക്കുന്നുണ്ട്. ഡൗൺലോഡിങ് 15 ഒക്കെയാണ് ഒരു ആവറേജ് കിട്ടുന്നത്. എന്നാലും സ്പീഡ് ഏറ്റവും കുറഞ്ഞു കഴിഞ്ഞാലും ബ്രൗസിങ് സ്പീഡ് ഒരു 15 to 20, അപ്ലോഡിങ് സ്പീഡ് ഒരു 10 to 15 കിട്ടുന്നുണ്ട്. പിന്നെ TV ചാനൽസ് അത്യാവശ്യം ഫ്രീ ടു എയർ എന്നുള്ള കുറേ ചാനൽസ് ഉണ്ടല്ലോ, പെയ്ഡ് അല്ലാതെ വരുന്ന ചാനൽസ്, അതെല്ലാം തന്നെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഒരു മോഡലപ്പോൾ ചാനൽ പ്ലസ് ചാനൽ കൊടുത്ത് കഴിയുമ്പോൾ അപ്പോൾ തന്നെ പെട്ടെന്ന് മാറുന്നുണ്ട്. പിന്നെ പെയ്ഡായിട്ടുള്ള കുറച്ച് ചാനൽസ് ഉണ്ടല്ലോ, അത് മാത്രം ചില ആപ്ലിക്കേഷൻ ഹോട്ട്സ്റ്റാറോ അല്ലെങ്കിൽ സോണി ലീവോ അങ്ങനെയുള്ള ചില ആപ്ലിക്കേഷൻ വഴിയാണ് അത് ഓപ്പൺ ആവുന്നത്. അത് മാത്രമേ ഒരു ഡിലേ വരുന്നുള്ളൂ. വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. ഇതുപോലെ പുതിയ കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടി ഇവർ ആദ്യം പറഞ്ഞ 6 മാസത്തെയും 1 വർഷത്തെയും പ്ലാൻസ് മാത്രമേ ഉള്ളൂ എന്നാണ്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് 3 മാസത്തെ റെൻ്റ് അടച്ചാലും നമുക്ക് ഈ പുതിയ കണക്ഷൻ എടുക്കാൻ പറ്റും. 1000 രൂപ ഇൻസ്റ്റലേഷൻ ചാർജ് പിന്നെ 3 മാസത്തെ റെൻ്റ് ഒരുമിച്ച് അടച്ചാലും ഈ കണക്ഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തായാലും ടെസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ എങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതൽ അനുയോജ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കമ്പനികളുടെ ബ്രോഡ്ബാൻഡ് ഒന്നും അവൈലബിൾ അല്ല എങ്കിൽ ഇത് ചൂസ് ചെയ്യുന്നത് നല്ലൊരു ഇതാണ്. പിന്നെ ഒരു 14 OTT ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിനകത്തൊക്കെ മൂവീസൊക്കെ കാണുന്നവർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മൊബൈലിലും ഇത് ഈ നമ്പർ വെച്ച് നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വെച്ച് നമുക്ക് ഈ ഹോട്ട്സ്റ്റാർ പിന്നെ ഇതിനകത്തുള്ള ഫ്രീ സോണി ലീവ് അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ മൊബൈലിലും ലോഗിൻ ചെയ്ത് നമുക്ക് കാണാം. അപ്പോൾ ഇത് TV തന്നെ സെറ്റ് ബോക്സിൽ കാണുന്നില്ല. ഈ നമ്പർ ഉപയോഗിച്ച് ഞാൻ എൻ്റെ മൊബൈലിലും സ്പോർട്സായിട്ടും മറ്റേ ഫിലിമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞ ഈ സെറ്റ് ബോക്സ് വേറെ ഇൻ്റർനെറ്റിലൊന്നും കണക്റ്റ് ആവില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ വേറെ എൻ്റെ ഇവിടെ കേരള വിഷൻ എൻ്റെ BSNLൻ്റെ ഒക്കെ ബ്രോഡ്ബാൻഡ് ഞാൻ ഇതിൽ ഈ വൈഫൈ ത്രൂ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഈ സെറ്റ് ബോക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ചാനൽസൊക്കെ അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. PV സെറ്റ് ബോക്സ് എനിക്ക് തോന്നുന്നു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി അതിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ബോക്സ് വർക്ക് ചെയ്തോളും. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളത് എനിക്ക് തോന്നുന്നു സെറ്റ് ബോക്സ് വിത്ത് 5G വൈഫൈ മോഡം എന്നൊക്കെ നമ്മൾ ഇത് സെപ്പറേറ്റ് പൈസ കൊടുത്ത് മേടിക്കണമെങ്കിൽ ഏകദേശം ഒരു 10,000-ന് മുകളിൽ ചാർജ് വരും. അത് നമ്മൾ മന്ത്ലി റെൻ്റ് ഒരുമിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവരത് ഫ്രീ ആയിട്ട് നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്ത് തരുന്നത്. പിന്നെ ഇതിന് ദോഷം എനിക്ക് തോന്നുന്നു TV ചാനൽസ് മാത്രം കാണാൻ വേണ്ടി ഇതെടുക്കുന്നത് നഷ്ടമായിരിക്കും. TV ചാനൽസ് നമുക്ക് അത്യാവശ്യം ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ വായിച്ച് നോക്കി ചാനൽ മാറ്റാൻ അറിയാവുന്നവർക്കേ പറ്റുള്ളൂ. ഇച്ചിരി പ്രായമായവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. TV ഇത് ഓണാക്കിയിട്ട് ജിയോ TV Plus എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് ചാനൽ നമ്പർ അടിച്ചു കൊടുത്ത് വേണം TV ചാനൽസ് കാണാൻ. പിന്നെ ചില
നമ്മുടെ പെയ്ഡ് ഏഷ്യനെറ്റ്, സൂര്യ എന്നുള്ള പെയ്ഡ് ചാനൽസൊക്കെ പ്ലേ ആവുന്നത് നേരെ ഹോട്ട്സ്റ്റാറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഹോട്ട്സ്റ്റാറിൽ പോയിട്ടാണ് ഏഷ്യാനെറ്റിൻ്റെ ചാനൽസൊക്കെ ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സൂര്യ TV വരുന്നത് സൺനെക്സോ അങ്ങനെ എന്തോ ഒരു ആപ്ലിക്കേഷൻ വഴിയൊക്കെയാണ്. പിന്നെ സ്പോർട്സ് ചാനൽ, സോണി ലീവ് അങ്ങനെയുള്ള ചില പെയ്ഡ് ചാനൽസൊക്കെ അവരുടെ ആപ്ലിക്കേഷൻ വഴി ലോഗിൻ ചെയ്താണ് കാണാൻ പറ്റുള്ളൂ. പ്രായമായവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതാണ് എയർ ഫൈബർ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുള്ള ഇതാണ് അതിൻ്റെ മോഡം വിത്ത് റൗട്ടർ. ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈക്ക് മറ്റേ ലാൻ കേബിളുണ്ട്. ലാൻ വിത്ത് പവർ സപ്ലൈ മുകളിലോട്ട് പോകുന്ന പോയിൻ്റാണ് ഇതുള്ളത്. പിന്നെ അങ്ങനെ പവർ പ്ലഗ് ചെയ്തിടുക. ഇതിൽ ലാൻ ഔട്ട് പോകുന്നുണ്ട്. ലാൻ ഔട്ട് ഇന്നും ഇതിൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ വേറെ കുറേ പോർട്ടുകളുണ്ട്. അത് പൂരി കാണിക്കുന്നില്ല. അതിൻ്റെ മുകളിൽ തന്നെ റിസീവർ ആൻറ്റിന കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ TV-യിൽ സെറ്റ് ബോക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് സെറ്റ് ബോക്സ് കണക്ട് ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ഇതാണ്. പിന്നെ സെറ്റ് ബോക്സ് കണക്ട് ചെയ്തിട്ട് ഇതിൽ ജിയോ TV പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിനകത്ത് TV ചാനൽസൊക്കെ അതിൻ്റെ അകത്താണ് എല്ലാം കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ചില ചാനലൊന്ന് ലോഡ് ചെയ്യാൻ ചെറിയൊരു ടൈം എടുക്കും. 750 सेंटर बने, 13 भाषा में परीक्षा हुई, 14. പിന്നെ പ്രോഗ്രാംസ് TV ചാനൽ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ഓരോന്ന് ഏഷ്യാനെറ്റ് ആണെങ്കിൽ 1841 നോക്കി കഴിഞ്ഞാൽ ചാനൽ നമ്പർ അപ്പോൾ തന്നെ ഏഷ്യാനെറ്റ് നേരെ ചാനലിലേക്ക് പോകും. പിന്നെ ചാനലിൽ ഓരോന്നും ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാനൽസ് വരും. വലിയ ഇതൊന്നുമല്ല, ഇത്രയും ഫാസ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് എല്ലാ ചാനലും. കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാ ചാനലുകളും തന്നെ കിട്ടുന്നുണ്ട്. സ്പോർട്സ് ചാനലൊക്കെ 455 ആണെന്ന് തോന്നുന്നു. അത് പിന്നെ അതിൽ സ്റ്റാർ സ്പോർട്സിൻ്റെ സൈറ്റിൽ പോയിട്ടാണ് പ്ലേ ആവുക. സ്റ്റാർ സ്പോർട്സ് ഡിസ്നി പ്ലസിൽ പോയിട്ട് സ്പോർട്സ് ചാനലിൽ ചില ചാനലിലൊക്കെ വേറെ ആപ്ലിക്കേഷൻ വഴിയാണ്. പിന്നെ കുഴപ്പമില്ല, ഇതവൻ്റെ റിമോട്ട് അത്യാവശ്യം എല്ലാ ഷോർട്ട് കട്ട് എല്ലാം ഉണ്ട്. ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബിനൊക്കെ ഡയറക്റ്റ് കീ ഉണ്ട്. സെറ്റ് ടോപ്പ് ബോക്സ് ഇതാണ് സാധാരണ സെറ്റ് ടോപ്പ് ബോക്സ് തന്നെയായിരുന്നു. പിന്നെ ഇതാ അവർ എയർ ഫൈബറിൻ്റെ ടീം അവർ 2 പേര് വന്ന് ഫിറ്റ് ചെയ്ത ഇതാണ്. അതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഇതാണ് സിഗ്നൽ റിസീവ് ചെയ്തിട്ട് ആ ലാൻ കേബിൾ വഴി താഴോട്ട് പോകുന്നത്. താഴെ മോഡത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് വഴിയാണ് ഈ കേബിൾ ഇങ്ങനെ താഴോട്ട് പോയിരിക്കുകയാണ്. ഇതാണ് ആ മോഡത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കും ഇവർ ഏറ്റവും മുകളിൽ സിഗ്നൽ പിടിക്കാൻ പാകത്തിന് ഇത് വെക്കുന്നതാണ്. അങ്ങനെയൊന്നുമല്ല, അവർ വീടിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു കോർണറിൽ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യുള്ളൂ. നമ്മളങ്ങനെ ഓപ്പണായിട്ട് ഏരിയയിൽ ഫിറ്റ് ചെയ്യുന്നതാണ് അത് കരുതിയത്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ ഇത്രയും സ്പേസ് ഉണ്ടെങ്കിലും അവർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഒരു ചെറിയൊരു കോർണറിൽ താഴെ കൊടുന്ന് വെച്ചിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് ഉയരത്തിൽ വയ്ക്കുന്നതൊക്കെയാണ് ഒരേറ്റവും താഴെ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം എന്തായാലും കുഴപ്പമില്ല, നന്നായിട്ട് കിട്ടുന്നുണ്ട്. അവർ തന്നിരിക്കുന്ന സ്പീഡ് 30 MBPS സ്പീഡാണ്. കുഴപ്പമില്ലാതെ കിട്ടുന്നത്. ഒരു 29 സ്പീഡ് ടെസ്റ്റ് അടിക്കുമ്പോൾ 29 സ്പീഡ് കാണിക്കുന്നത്. ഡൗൺലോഡിങ് ഒരു 15-20 അതാണ്. ചില ടൈമിൽ അത് കുറയും, ഒരു 10-15 ആയിട്ട് ചില സമയത്ത് കുറയാറുണ്ട്. എന്നാലും TV ചാനൽസൊക്കെ ഏകദേശം നന്നായിട്ട് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല.